ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനിലൂടെ നമ്മളോട് വലിയ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് വിജയദശമിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകം ഇന്നത്തെ ദിവസം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നിങ്ങൾ ഈ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ. സർവേശ്വരൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്ര അപിചതേ ന പ്രസിദ്ധി ദ കർമ്മണ. അർജുനനോട് സർവേശ്വരൻ പറയുകയാണ്, നിയതമായ കർമ്മത്തെ നീ ചെയ്യുക. എന്തെന്നാൽ കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു. കർമ്മം ചെയ്യാത്ത പക്ഷം നിനക്ക് നിന്റെ ശരീരം പോലും സൂക്ഷിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം പ്രകൃതി ഗുണത്താൽ നിയമനം ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മം അത് നീ അനുഷ്ഠിക്കുക. എന്തെന്നാൽ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. മാത്രമല്ല, കർമ്മം ചെയ്യാതിരുന്നാൽ അത് നിന്റെ ജീവിതയാത്രയിൽ ദോഷമുണ്ടാക്കും. നിന്റെ ജീവിതയാത്ര ഫലിക്കാതെ പോകും എന്നാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർവജന്മങ്ങളിൽ സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസനകളിൽ ചിലത് അനുഭവിച്ചു തീർക്കുന്നതിനായിട്ടാണ് ആത്മാവ് മറ്റൊരു ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഏത് കർമ്മവാസന അനുഭവിച്ചു തീർക്കുവാനാണോ ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതിനെയാണ് പ്രാരാബ്ധ കർമ്മവാസന എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതയാത്ര കൊണ്ട് 2 കാര്യങ്ങളാണ് സാധിക്കേണ്ടത്. അതായത് ഈ ശരീരം കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന കർമ്മവാസന മുഴുവനും ചെയ്തു തീർക്കണം. അങ്ങനെ പ്രാരാബ്ധം ഒടുങ്ങിയാൽ മാത്രമേ സ്ഥിരപ്രജ്ഞ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രാരാബ്ധ കർമ്മത്തെ ഒടുക്കിയിട്ട് സ്ഥിതപ്രജ്ഞത നേടുകയാണ് ശരീരയാത്രയുടെ 2-ാമത്തെ പ്രയോജനം. അപ്പോൾ അർജുനന് കർമ്മവാസന കൊണ്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്ന കർമ്മം, അതായത് അർജുനൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, അർജുനന്റെ ആത്മാവ് അർജുനനിൽ കാണപ്പെടുന്ന ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത് അർജുനന്റെ ചില പ്രാരാബ്ധ കർമ്മങ്ങൾ അത് അർജുനനിലൂടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ക്ഷത്രിയനായ അർജുനൻ ചെയ്യേണ്ടുന്ന യുദ്ധം. ഈ യുദ്ധം അവന്റെ കർമ്മമാണ്. അത് ചെയ്തതിനു ശേഷം പിന്നീട് അവന്റെ പ്രാരാബ്ധങ്ങളെല്ലാം ഒടുങ്ങിയതിനു ശേഷം പിന്നീട് എന്തു ചെയ്യണം? അവൻ സ്ഥിതപ്രജ്ഞത നേടണം. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നത്, എൻ്റെ ജോലികൾ മുഴുവനും ഞാൻ ചെയ്തു തീർത്തു. അതായത് ഒരു പുരുഷനാണെങ്കിൽ അവൻ അവൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള കൂടപ്പിറപ്പുകളോടുമൊക്കെ ഉള്ള അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നു. അവൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ അവൻ ചെയ്തു തീർക്കുന്നു. അതിനുശേഷം പിന്നീട് അവൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങളെല്ലാം അവിടെ ഒടുങ്ങി. അതിനുശേഷം പിന്നീട് അവൻ എന്തു ചെയ്യും? പഴയ കാലത്ത് നമ്മൾ പറയും സന്യസിക്കാനായി പോയി എന്ന് പറയും. അല്ലെങ്കിൽ മലയാളികളൊക്കെയാണെങ്കിൽ പറയും എന്ത് ചെയ്യും? കാശിയിൽ പോയി എന്ന് പറയും. അവിടെ എന്താണ് ചെയ്യുന്നത്? ഈശ്വര ഭജനം, ശരിയായ ജ്ഞാനത്തിൻ്റെ ഉൾക്കൊള്ളൽ, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് തിരിയും. അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും എന്തു ചെയ്യുന്നത്? റിട്ടയർമെൻ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് ദൈവഭജനമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ അവിടെയും ചില കുശുമ്പും കുന്നായ്മകളും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥിരമായ ഒരു
ജ്ഞാനം അവിടെ നിന്നും പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ പഴയ ആളുകള് ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊരു ഫാഷൻ എന്ന നിലയിലേക്ക് ആകുന്നു. ഇവിടെ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈശ്വരനെ അറിയാനായി സഞ്ചരിക്കാൻ. എങ്കിൽ മാത്രമേ അവന്റെ ജീവിതയാത്ര പൂർണ്ണമാവുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഭാര്യയും മക്കളെയും കുഞ്ഞുങ്ങളെയും അമ്മയും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് സന്യസിക്കാൻ പോയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അർജുനൻ പറയുന്നത് എന്താണ്? എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്കിനി ഇതിനൊന്നും പറ്റില്ല, ഞാൻ അങ്ങ് സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ ഇത് പറയുന്നത്. നീ ഇപ്പോൾ നിന്റെ പ്രാരാബ്ധ കർമ്മം, നിന്നിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രാരാബ്ധ കർമ്മം ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ആത്മാവ് നിന്റെ ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. അത് ചെയ്യാതെ നീ പോയി കാട്ടിൽ പോയി തപസ് ചെയ്തത് കൊണ്ട് നിന്റെ ജീവിതയാത്ര സഫലമാവില്ല. പക്ഷേ ഇപ്പോൾ നീ നിന്റെ ജോലികളൊക്കെ ചെയ്തതിനു ശേഷം പിന്നീട് നീ ജ്ഞാനം ഉൾക്കൊള്ളുകയും അങ്ങനെ മോക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിന്റെ ജീവിതയാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വിജയദശമി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ജോലികൾ, നമ്മിൽ വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര ഭംഗിയായി ചെയ്യാൻ സാധിക്കുമോ അത്രയും ഭംഗിയായി ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ജോലി ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം ഈശ്വര സാക്ഷാത്കാരത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോക്ഷമാണ് പ്രധാനം. അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രാരാബ്ധ കർമ്മങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി ചെയ്യുക. ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവേശ്വരനോടുള്ള പ്രാർത്ഥനയും സത്സംഗവും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഈശ്വര ഭജനം ചെയ്ത് നമ്മുടെ ജോലികൾ ചെയ്ത് ഈശ്വരനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഭംഗിയായി ചെയ്തു തീർക്കാൻ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു മഹാക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ആ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴണം എന്നുള്ളത്. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് സർവേശ്വരൻ കൊണ്ടുവന്ന് നൽകും. അതുപോലെ തന്നെയാണ് മോക്ഷം. മോക്ഷത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. നമുക്ക് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, മരിക്കാറാവുന്ന സമയത്തും അവർക്കങ്ങ് പ്രാരാബ്ധമാണ്. പ്രാരാബ്ധം ഒഴിഞ്ഞിട്ട് അവർക്ക് മരിക്കാൻ പറ്റില്ല. അത്ര പ്രാരാബ്ധത്തിലാണ് അവർ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാഞ്ഞത് കൊണ്ടാണ് വയസ്സുകാലത്തും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാൻ പറയുന്നത്. ശരിയായ ചിന്തകൾ ഉണ്ടാകണം. ശരിയായ മാർഗത്തിലൂടെ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കണം. അതിനാണ് നാമജപവും സത്സംഗവും നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ വിജയദശമി ദിവസം മുതൽ ഉഴപ്പുകളെല്ലാം മാറ്റിവെച്ച് കൃത്യമായി നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ കേൾക്കുകയും കഥകൾ കേൾക്കുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രാരാബ്ധ കർമ്മങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, അച്ഛനോടും അമ്മയോടും മക്കളോടും, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും ഭർത്താവാണെങ്കിൽ ഭാര്യയോടും കൂടപ്പിറപ്പുകളോടും സമൂഹത്തിനോടുമൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ,
ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം കൃത്യമായി സന്തോഷത്തോടു കൂടി അനുഷ്ഠിച്ച് അങ്ങനെ കർമ്മപ്രാരാബ്ദങ്ങളെല്ലാം ഭംഗിയായി ചെയ്തതിനു ശേഷം ശരിയായ ജ്ഞാനം അത് നേടുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്ന് പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, ഭഗവത്ഗീത കൃത്യമായി പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഭഗവത്ഗീത കൊണ്ടുവന്ന് നൽകും. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.